നിങ്ങൾ ചിന്തിക്കണം, യാതൊരു നിയമവുമില്ലാത്ത കാലമാണത്. തനി ജാഹിലിയ്യത്തിൻ്റെ എല്ലാ തമ്മാടിത്തരങ്ങളും നിലനിൽക്കുന്ന കാലമാ. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ ചാപല്യങ്ങളിലൊന്നും വീണുപോയ പെണ്ണല്ല ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവായിരുന്ന ഖുവൈലിദ് ജീവിച്ചിരിക്കുന്നില്ല. ഖുവൈലിദിന് മുമ്പേ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ജീവിച്ചിരുന്ന പിതൃവ്യനായിരുന്ന അംറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, മുഹമ്മദിനെ ഞാൻ ഈ തവണ കച്ചവടത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു പറഞ്ഞയച്ചത്. നല്ല ലാഭമുണ്ട്, മാത്രമല്ല വല്ലാത്ത വിശ്വസ്തനാണ് മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദിനെ എൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളിയായി എനിക്ക് കിട്ടിയാൽ ഞാനൊരു പുനർവിവാഹത്തിന് തയ്യാറാകുമെന്ന്. രണ്ടാമത്തെ ഭർത്താവ് മരിച്ചപ്പോൾ കുടുംബം വീണ്ടും ഒരു പുനർവിവാഹത്തിന് നിർബന്ധിപ്പിച്ചപ്പോൾ, ഇനി എന്നോട് നിങ്ങൾ പുനർവിവാഹത്തിൻ്റെ കാര്യം പറയരുത് എന്ന് പറഞ്ഞ ഖദീജയാം പിതൃവനായിരുന്ന അംറിനോട് പറഞ്ഞു, മുഹമ്മദിനെ എൻ്റെ ഭർത്താവായി കിട്ടിയാൽ ഞാനൊരു പുനർവിവാഹത്തിന് തയ്യാറാകും. കാരണം മുഹമ്മദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഞാൻ ടെൻഷൻ പേറേണ്ടി വരില്ല എന്നാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അംർ ഈ വിവരം കേട്ടപ്പോൾ അംർ തീരുമാനിച്ചു, ഖദീജയുടെ ആഗ്രഹം ആരോട് പറയാൻ? മുഹമ്മദിനോടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ റസൂലുള്ളാഹിൻ്റെ പിതൃവന്മാരെ അറിയിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അംർ നേരെ റസൂലുള്ളാഹിൻ്റെ പിതൃവനായിരുന്ന അബൂ താലിബിൻ്റെ അടുത്ത് ചെന്നു. അബൂ താലിബിനോട് പറഞ്ഞു, അബൂ താലിബിനോട് ഇങ്ങനെ ഒരു വിവാഹാന്വേഷണം നടത്തുകയാണ്. തൻ്റെ സഹോദരൻ്റെ മകളായ ഖദീജ ഈ തവണ ഖദീജയുടെ മാനേജറായിട്ടല്ലേ മുഹമ്മദ് കച്ചവടത്തിന് പോയത്. മുഹമ്മദിൻ്റെ വിശ്വസ്തത, മുഹമ്മദിൻ്റെ പെരുമാറ്റം, ഇതെല്ലാം ഖദീജക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഖദീജക്കൊരു താല്പര്യമുണ്ട്, മുഹമ്മദിനെ ജീവിതത്തിൻ്റെ പങ്കാളിയായി കിട്ടിയാൽ മുഹമ്മദിനെ വിവാഹം കഴിക്കും, ഒരു പുനർവിവാഹത്തിന് തയ്യാറാകുമെന്ന് അബൂ താലിബിനോട് പറഞ്ഞപ്പോൾ അബൂ താലിബ് പറഞ്ഞു, എനിക്ക് സ്വന്തം അഭിപ്രായം പറയാൻ പറ്റില്ല. എൻ്റെ പൊന്നുമോൻ എന്താണോ ഇഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം. അതുകൊണ്ട് മോനോട് ഞാൻ ചോദിക്കട്ടെ എന്ന്. അബൂ താലിബിന് അങ്ങനെയാണ്. അബൂ താലിബിന് റസൂലുള്ളാഹിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അള്ളാഹിൻ്റെ ഹബീബിൽ വിശ്വസിച്ചില്ല എങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ മക്കയിലെ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും റസൂലുള്ളാഹിനെ തടഞ്ഞു നിർത്തിയത് അബൂ താലിബിൻ്റെ സാന്നിധ്യമായിരുന്നുവെന്ന് ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. വലിയ ഇഷ്ടമാണ് അബൂ താലിബിന് റസൂലുള്ളാഹിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തന്നെ പറയുന്നുണ്ട്, അബൂ താലിബ് തൻ്റെ മക്കളെയൊക്കെ വീട്ടിൻ്റെ മറ്റു റൂമുകളിലാണ് കിടത്താറുള്ളത്, എന്നാൽ എന്നെ കിടത്താറുള്ളത് പിതൃവ്യൻ്റെ അടുത്ത് തന്നെയാണ്. പിതൃവ്യൻ കിടക്കുന്ന അതേ ബെഡിലാണ് എന്നെ കിടത്തുക. എന്നിട്ട് അർദ്ധരാത്രികളിലൊക്കെ ഇങ്ങനെ തപ്പി നോക്കും മോനവിടെ ഉണ്ടോ എന്ന്. അള്ളാഹിൻ്റെ ഹബീബ് പറയാ, വല്ലാത്ത ഇഷ്ടമായിരുന്നു അബൂ താലിബെന്ന്. അബൂ താലിബ് പറഞ്ഞു, അന്വേഷിച്ചു വന്നവരോട് പറയാറായില്ല. എൻ്റെ മോൻ്റെ ആഗ്രഹം എന്താണോ അതനുസരിച്ചാണ് ഞാൻ ചെയ്യുക. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് അബൂ താലിബ് പറഞ്ഞു, മോനെ, ഇങ്ങനൊരു അന്വേഷണം വന്നിട്ടുണ്ട്. ഖദീജ ബീവിയുടെ ഭാഗത്ത് നിന്ന് വന്ന അന്വേഷണമാ. ഖദീജ ബീവിയുടെ പിതൃവനായ അംറാണ് ആ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് കുട്ടികളെ വാപ്പാരോടാളാപ്പാരോടൊന്നും പറയലല്ല, ഓലെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല. എല്ലാ നിയമമുള്ള കാല. പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കണമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല. നിന്നെ ഞാൻ കല്യാണം കഴിക്കാം കേട്ടോ, വാപ്പാര് ഇവരറിയില്ല, ഉമ്മാരറിയില്ല. എന്നിട്ട് അവസാനം വാപ്പയും ഉമ്മയിട്ടിട്ട് അവസാനം അവരെ ഇട്ട് വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യം. എന്നിട്ട് വിവാഹം കഴിക്കാൻ പറ്റൂല, കുടുംബം നമുക്ക് യോജിക്കൂല എന്ന് കണ്ടാൽ ഒളിച്ചോടുകയും രജിസ്റ്റർ വിവാഹം ചെയ്യുകയും ചെയ്യുന്ന കാലം. ചിന്തിക്കണം, യാതൊരു നിയമവുമില്ലാത്ത ജാഹിലിയത്തിൻ്റെ എല്ലാ തിന്മകളും നിറഞ്ഞു നിന്ന കാലഘട്ടത്തിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് വിളിക്കുകയാണ്, പിതൃവൻ വിളിക്കുകയാണ് പൊന്നുമോനെ വീട്ടിലേക്ക്. വിളിച്ചിട്ട് പറഞ്ഞ, മോനെ, ഖദീജ ഇങ്ങനൊരു വിവരം പറഞ്ഞയച്ചിട്ടുണ്ട്. ഖദീജാൻ്റെ പിതൃവനാണ് വന്ന് സംസാരിച്ചത്. മോനെ, നിന്നെ വിവാഹം കഴിക്കാൻ നീ സമ്മതിച്ചാൽ ഖദീജ ഒരു പുനർവിവാഹത്തിന് തയ്യാറാകുമെന്ന്.
അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞത് എന്താണെന്നറിയോ? എന്നാൽ ആയിക്കോട്ടെ എന്നല്ല, ഉപ്പാ പിതൃവരെ, പ്രിയപ്പെട്ട പിതൃവരെ, അങ്ങയുടെ തീരുമാനവും ഇഷ്ടവും എന്താണോ അതാണ് എൻ്റെയും ഇഷ്ടം, മുഹമ്മദിൻ്റെ ഇഷ്ടം. നിങ്ങൾ ചിന്തിക്കണം, 3 മക്കളുടെ മാതാവാണ് ഖദീജ. 40 വയസ്സാണ് ഖദീജയുടെ പ്രായം, 25 വയസ്സാണ് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പ്രായം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ സമ്മതിക്കുക? പക്ഷേ അള്ളാഹിൻ്റെ ഹബീബ് ആണെന്നോ അല്ലെന്നോ അല്ല പറഞ്ഞത്, സമ്മതമാണെന്നോ സമ്മതമല്ല എന്നോ അല്ല പറഞ്ഞത്. പിന്നെയോ പിതൃവരോട് പറഞ്ഞത്, പിതൃവരെ, അങ്ങയുടെ ഇഷ്ടമെന്താണോ അതാണ് എൻ്റെ ഇഷ്ടമെന്നാണ്. അങ്ങ് ഖദീജയെ കല്യാണം കഴിക്കണോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കും. എന്നെക്കാളും 15 വയസ്സ് കൂടുതലാണെന്നതെൻ്റെ പ്രശ്നമല്ല. എന്നാൽ അങ്ങനോട് വേണ്ട എന്ന് പറഞ്ഞാൽ അക്കാര്യമേ ഞാൻ ചിന്തിക്കുന്നില്ല എന്ന പ്രിയപ്പെട്ട പിതൃവിനോടുള്ള എൻ്റെ ഹബീബ് പറഞ്ഞത്, മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞത്. എത്ര നല്ല മര്യാദയുള്ള മോനാ, എത്ര നല്ല അച്ചടക്കമുള്ള മോനാ, എത്ര നല്ല പെരുമാറ്റ രീതിയുള്ള മോനാ, എത്ര നല്ല സംസ്കാരമുള്ള മോനാ. 25 വയസ്സേ ഉള്ളൂ ചെറുപ്പക്കാരനായ മുഹമ്മദ്. അതാ പിതൃവരോട് പറഞ്ഞത്, അങ്ങയുടെ ഇഷ്ടം എന്താണോ അങ്ങ് തീരുമാനിച്ചോളൂ, എനിക്കതിൽ പ്രത്യേക തീരുമാനമൊന്നുമില്ല എന്ന്. അപ്പോഴാണ് പിതൃവനായ അബൂ താലിബ് ചോദിച്ചത്, മോനെ മുഹമ്മദേ, ഖദീജ വലിയ ധനാഢ്യയല്ലേ, മക്കയിലെ വലിയ കച്ചവടക്കാരിയാണല്ലോ, കോടീശ്വരയാണല്ലോ, നമ്മുടെ വീടിൻ്റെ അകത്തളമാണെങ്കിൽ വല്ലാത്ത പട്ടിണിയാണല്ലോ. മോനെ മുഹമ്മദേ, ഖദീജയെ നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറായാൽ നമ്മുടെ വീടിൻ്റെ പട്ടിണിക്കൊരാശ്വാസമുണ്ടാകുമെന്ന്. അബൂ താലിബ് വലിയ കഷ്ടപ്പെട്ട ആളായിരുന്നു. അബൂ താലിബ് ഇത് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, ഇളയപ്പ അതാണോ അങ്ങയുടെ ഇഷ്ടം? അങ്ങനെയായിക്കോട്ടെ എന്ന്. അങ്ങനെ അംറിന് വിവരം കൊടുക്കുകയാണ് അബൂ താലിബ്, മകന് സമ്മതമാണ് എന്ന്, എനിക്കും മകനും സമ്മതമാണ് എന്ന്. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവനായ അബൂ താലിബ് റസൂലുള്ളാഹിന്റെ മറ്റൊരു പിതൃവനായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, കണ്ട കുടുംബത്തിലുള്ളവരൊക്കെ വിളിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഇങ്ങനെയുള്ള ഈ വിവാഹത്തിൻ്റെ സമയത്ത് കുടുംബക്കാരൊക്കെ ഒന്ന് കൂടുക, അത് മശ്വറ ചെയ്യുക, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യല്ലേ എന്ന് ചോദിക്കുക, കാണാൻ പോവുക, അന്വേഷിക്കാൻ പോവുക. ഇതൊക്കെ യാതൊരു സംസ്കാരവും ഇല്ലാത്ത കാലത്ത് വരെ നിലനിന്നിരുന്ന നല്ല നല്ല ചില സംഗതികളാണ്. ഇപ്പോൾ ഒന്നുമില്ലല്ലോ, ഇപ്പോൾ ഒരു വിവരം അറിയില്ല, വാപ്പന്നെ അറിയണ ഓല് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞാലോ എന്നിട്ട് ഓല് വേറെ താമസിക്കണ്ടല്ലോ എന്നൊക്കെ കേൾക്കണ കാലമാണ്. യാതൊരു നന്മയുമില്ല എന്ന് ലോകം രേഖപ്പെടുത്തി വച്ച ആ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്ന ചില നന്മകളായിരുന്നു അത്. അബൂ താലിബ് ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ളാഹിൻ്റെ കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ മശ്വറ ചെയ്യുകയാണ്. അവരും പറഞ്ഞു, അങ്ങനെയാവട്ടെ എന്നാലെന്ന്, കുടുംബത്തിൻ്റെ കട്ടപ്പാടൊന്നു തീരുമല്ലോ എന്ന്. അങ്ങനെ അവർ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അംറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അംർ ഖദീജ ബീവിയുടെ പിതൃവന അംറിൻ്റെ വീട്ടിലേക്ക് വിവാഹാന്വേഷണവുമായി ചെല്ലുകയാണ്. ഖദീജയെ കാണാൻ ചെല്ലുകയാണ് റളിയല്ലാഹു അൻഹ. അങ്ങനെ അംറിൻ്റെ വീട്ടിൽ ചെന്നു. അംറിൻ്റെ കുടുംബക്കാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അംറിൻ്റെ കുടുംബക്കാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, മക്കയിലെ കുലീനനായ ചെറുപ്പക്കാരനായ അൽ അമീനായ വിശ്വസ്തനായ മുഹമ്മദിന് ഞങ്ങളുടെ മകൾ ഖദീജയെ വിവാഹം ചെയ്തു തരുന്നതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് എന്ന് ഖദീജ ബീവിയുടെ കുടുംബത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടൊരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾ ആ വിവാഹം സമ്മതിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന്. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും വിവാഹിതരാവുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക്, അബൂ താലിബിൻ്റെ വീട്ടിലേക്ക് ഖദീജ ബീവിയെ കൊണ്ടുവരികയാണ്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വീട്ടിലേക്ക് ഖദീജ ബീവി മാത്രമല്ല, ഖദീജ ബീവിയുടെ 3 പറക്കുമുറ്റാത്ത യതീമായ മക്കളും കടന്നു വരികയാണ്.
അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് യതീമുകളെ സംരക്ഷിക്കുക എന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അബൂ താലിബിന്റെ വീട്ടിലേക്ക് കയറി വന്നു. അധികം താമസിയാതെ തന്നെ ആ വീട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. പിന്നെ അവർ ഖദീജ ബീവിയുടെ വീട്ടിലായി റളിയല്ലാഹു അൻഹ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം കഴിഞ്ഞു. മക്കക്കാരെല്ലാം അറിഞ്ഞു മുഹമ്മദ് ഖദീജയെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. പക്ഷേ ചില മക്കക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വല്ലാത്ത വിദ്വേഷം അവർക്ക്, വല്ലാത്ത വിഷമം അവർക്ക്, വല്ലാത്ത അസൂയയും അവർക്ക്. അങ്ങനെയാണല്ലോ ചില ബന്ധങ്ങൾ നടന്നാൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില ബന്ധങ്ങൾ നടന്നാൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഈ വിവാഹം കഴിഞ്ഞപ്പോൾ മക്കക്കാരിൽ ചില പ്രമുഖർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർക്കതിൽ വല്ലാത്ത നീരസം. അവരിങ്ങനെ പറയാൻ തുടങ്ങി, ധനികയായ ഖദീജക്ക് കിട്ടിയത് പാപ്പരനായ മുഹമ്മദിനെയോ? ഖദീജക്ക് വിവാഹം വേണമെങ്കിൽ എത്രയെത്ര നല്ല ബന്ധങ്ങളുണ്ട് മക്കയിൽ എന്നവർ പറയാൻ തുടങ്ങി. പാപ്പരനാണ് മുഹമ്മദ്, ഖദീജാന്റെ ഭർത്താവ് പാപ്പരനാണ്. ഇത് മക്കയിലാകെ സംസാരമായിട്ടുണ്ട് എന്ന കാര്യം ഖദീജ അറിഞ്ഞു റളിയല്ലാഹു അൻഹ. ഉമ്മമാരെ ശ്രദ്ധിക്കണേ, ഭർത്താവിനോട് എന്തൊരു ഇഷ്ടമാണ് ഖദീജക്കെന്നറിയോ റളിയല്ലാഹു അൻഹ. ഈ വിവരം ഖദീജ അറിഞ്ഞു. മക്കയിൽ ഇങ്ങനൊരു സംസാരം നടക്കുന്നുണ്ട് എന്ന്. ഖദീജ ചെയ്ത പണി അറിയുമോ നിങ്ങൾക്ക്? ഖദീജ നല്ലൊരു സദ്യ ഉണ്ടാക്കിയിട്ട് മക്കയിലുള്ള എല്ലാ പ്രമുഖരുണ്ട്, പ്രമുഖരായ എല്ലാവരുമുണ്ട്. ഖദീജയുടെ വീട്ടിലാണ് ആ സദ്യ. ഇവരൊക്കെ ഖദീജയുടെ വീട്ടിൽ വന്ന് സദ്യ കഴിക്കുന്നതിൻ്റെ ഇടക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവായ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ച സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഇവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖദീജ ചോദിച്ചു, അല്ലയോ മക്കയിലെ പ്രമുഖരെ, ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, നിന്റെ ഭർത്താവായ മുഹമ്മദാണ്. ഞാൻ നിങ്ങളെ സദ്യക്ക് വിളിച്ചത് എന്തിനാണെന്നറിയോ? അവർ പറഞ്ഞു, ഇല്ല, നീ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സദ്യ തന്നതാണെന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്. ഖദീജ പറഞ്ഞു, അല്ല, ഞാൻ അങ്ങനെ ഒരു വെറും സദ്യ തന്നതല്ല. പിന്നെയോ, ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു കാര്യത്തിന് സാക്ഷികളാക്കാൻ വേണ്ടി വിളിച്ചതാണ്. അവർ ചോദിച്ചു, എന്താ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ മുഹമ്മദിനെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന വിവരം ഞാൻ കേട്ടു. ഖദീജ ധനാഢ്യയായ ഖദീജയുടെ ഭർത്താവ് പാപ്പരനായ മുഹമ്മദാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്ന വിവരം ഞാൻ അറിഞ്ഞു. എനിക്കത് ഇഷ്ടമേ അല്ല. എൻ്റെ ഭർത്താവ് ഉണ്ട്, അതിന് നിങ്ങളൊക്കെ സാക്ഷികളാവണം. അതിനാ ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ പറഞ്ഞില്ലേ ധനികയായ ഖദീജയുടെ ഭർത്താവ് പാപ്പരനായ മുഹമ്മദാണെന്ന്. എന്നാൽ ഞാൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാ, എൻ്റെ മുഴുവൻ സ്വത്തും ഞാൻ മുഹമ്മദിന് ദാനമായി കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ മുഴുവൻ സ്വത്തും മുഹമ്മദിന് ദാനമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി പറയേണ്ടത് ഇങ്ങനെയാ, ധനികയായ മുഹമ്മദിൻ്റെ ഭാര്യ പാപ്പരയായ ഖദീജയാണെന്ന് പറയണം. ഇനി എൻ്റെ ഒരു സ്വത്തും എൻ്റെതല്ല, മുഹമ്മദിൻ്റെതാ. മുഹമ്മദിന് ഞാൻ ദാനമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് ധനികനാണ്. എൻ്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ പാപ്പരാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മുഹമ്മദ് ധനികനാണെന്ന് നിങ്ങൾ പറയണേ എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ചിന്തിക്കണേ, അന്നേ ഖദീജ എങ്ങനെയാ? നിറസ്നേഹമാണ് ഖദീജ, സ്നേഹത്തിൻ്റെ നിറകുടമാണ് ഖദീജ. അള്ളാഹുവിൻ്റെ ഹബീബിനോട് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉള്ള ഭാര്യയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ആ ജീവിതം അങ്ങനെ സന്തുഷ്ടമായി മുന്നോട്ട് പോവുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ബിസിനസ്സുകളെല്ലാം ശ്രദ്ധിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ചു മുന്നേറുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പൊന്നുമോൻ ജനിച്ചത്. ഖാസിം എന്നാണ് ആ പൊന്നുമോൻ്റെ പേര്. റസൂലുള്ള പേരിട്ടു ഖാസിമെന്ന്. ആ പേരേക്ക് ചേർത്തിയാണ് അബുൽ ഖാസിം എന്ന റസൂലുള്ളാഹിനെ വിളിക്കാറുള്ളത്. പക്ഷേ ആ പൊന്നുമോനേറെ കാലം ജീവിച്ചില്ല. മുലകുടി പ്രായത്തിലാണ് പൊന്നുമോൻ ഖാസിം വഫാത്താകുന്നത്.
ഖാസിം വഫാത്തായ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ 30-ാമത്തെ വയസ്സില, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ 45-ാമത്തെ വയസ്സില ആദ്യത്തെ പൊന്നുമോൾ ജനിക്കുന്നത്. പിന്നെ സൈനബ് റളിയല്ലാഹു അൻഹ, പിന്നെയാണ് അബ്ദുള്ള ഉണ്ടായത്, പിന്നെ റുഖയ്യ ബീവി ഉണ്ടായി, അബ്ദുള്ള ഉണ്ടായി, ഉമ്മു കുൽഥൂം ഉണ്ടായി. അവസാനം ജനിച്ച മോളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അവസാനം ജനിച്ച മോളാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം, അവർ രണ്ടുപേരും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുകയാണ്. ഖദീജ ബീവിയുടെ കച്ചവടമെല്ലാം വളരെ ഭംഗിയായി അല്ലാഹുവിൻ്റെ ഹബീബ് ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് ഏകദേശം 15 കൊല്ലത്തോളം അടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഹബീബിന് 40-ാമത്തെ വയസ്സിനോട് ഇങ്ങനെ അടുത്ത് വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹ്, അതായത് മുഹമ്മദ് എന്ന തൻ്റെ ഭർത്താവിന് കച്ചവടത്തിലേക്കൊരു താല്പര്യക്കുറവ്, കച്ചവടത്തിലൊക്കെ ഒരു താല്പര്യക്കുറവ്. നേരത്തെയുള്ള അത്ര ഇൻട്രസ്റ്റ് കച്ചവടത്തിലില്ല. ഒരു വല്ലാത്ത മൂകത പോലെ. മാത്രമല്ല ഭാര്യയായ ഒറ്റയ്ക്കിരിക്കണം എന്ന തോന്നലുണ്ടാവുകയാണ്. ഒറ്റയ്ക്കിരിക്കണമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവിയോട് ഭർത്താവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അന്ന് വരെ നബിയായിട്ടില്ല ഞാൻ, പിന്നെ ഇൻപയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അന്ന് മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനാ ഒറ്റയ്ക്കിരിക്കണം എന്ന തോന്നലുണ്ടാവുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയല്ലേ, തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് തൻ്റെ ഇഷ്ടം. ഖദീജ പറഞ്ഞു, അങ്ങനെ അങ്ങേക്ക് ഒറ്റയ്ക്കിരിക്കണം എന്ന തോന്നലുണ്ടെങ്കിൽ അങ്ങനെ അല്പനാൾ ഒറ്റയ്ക്കിരുന്നോളൂ, കച്ചവടം ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സമ്മതം ലഭിച്ചപ്പോൾ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്മതം ലഭിച്ചപ്പോൾ പിന്നെ റസൂലുള്ളാഹി ഒറ്റയ്ക്കിരിക്കാൻ പോയി. അല്ലാഹുവിൻ്റെ ഹബീബ് തിരഞ്ഞെടുത്തത് എവിടെയായിരുന്നറിയുമോ? ഹിറ, ജബലുൻ നൂറിന് മുകളിലുള്ള ഇറാ ഗുഹയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് തിരഞ്ഞെടുത്തത്. അങ്ങനെയല്ലോ, റമദാൻ അവസാനത്തെ 10 എത്തിക്കാഫിരിക്കണമെന്ന് പൂതിയുണ്ട്. എന്നാലും ഓളോടൊന്ന് ചോദിക്കണം, ഞാൻ അങ്ങനെ എത്തിക്കാഫിരിക്കുകയാണ്, എത്തിക്കാഫ് സുന്നത്തല്ലേ, ഓളോട് ചോദിക്കണം. ഓളോട് ചോദിക്കാതെ പോരുത്. ചോദിച്ചാൽ സമ്മതം കൊടുക്കുകയും ചെയ്യണം, കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. ഇതൊക്കെ റമദാൻ അവസാനത്തെ 10-ലൊക്കെയല്ലേ ആ പുണ്യം കരഗതമാക്കാൻ കഴിയുള്ളൂ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടൊരാൾ ചോദിച്ചിരുന്നു, ഒരിക്കൽ ഗൾഫിൽ നിന്ന് വന്നതാണ്. ആകെ അയാൾക്ക് 20 ദിവസത്തെ ലീവാണ്, റമദാൻ അവസാനത്തെ 10. ഇയാൾക്ക് ഇയാൾ ഗൾഫിലുള്ള സമയത്തൊക്കെ എത്തിക്കാഫിരിക്കണോ അതോ ഞാൻ വീട്ടിലേക്ക് പോകണോ? ഇയാൾ ചോദിച്ച ചോദ്യമാണ്. ആകെ 20 ദിവസമാണ്. അപ്പോൾ അയാൾ എത്തിക്കാഫിരിക്കാൻ പോവല്ലേ ചെയ്യേണ്ടേ? അയാൾക്ക് 20 ദിവസം വീട്ടിലേക്കാണ് പോകണ്ടേ. കാരണം ആകെ ഗൾഫിൽ നിന്ന് 2 കൊല്ലം വന്നിട്ട് 20 ദിവസത്തെ ലീവാണ്. അത് അയാൾ 10 ദിവസം പള്ളിയിൽ പോയി എത്തിക്കാഫിരുന്നാൽ പറ്റൂല. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു, എന്നാൽ ഭാര്യയ്ക്ക് സമ്മതാണെങ്കിലോ കുഴപ്പമില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തു ഒറ്റയ്ക്കിരിക്കാൻ. അല്ലാഹുവിൻ്റെ ഹബീബ് തെരഞ്ഞെടുത്തത് ജബലുൻ നൂറിന് മുകളിലുള്ള ഇറാ ഗുഹയായിരുന്നു. ഇറാ ഗുഹയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറാ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് നോക്കിയാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയം കാണും. പുണ്യനബി അവിടെ പോയിരുന്നു. ആ ഗുഹയിലിരുന്നിട്ട് വെളിയിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ ഹബീബ് പരിശുദ്ധമായ കഅബാലയം നോക്കിയിരുന്ന ധ്യാനത്തിൽ മുഴുകുകയാണ്. എത്ര മാസം എന്നറിയോ? 6 മാസക്കാലം. ചരിത്രം പറയാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചിന്തിക്കണം എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, നന്നായി ചിന്തിക്കണേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴമെത്രയായിരുന്നു! വെറുതെയായിരുന്നു അള്ളാഹിൻ്റെ ഹബീബ് ഖദീജ എന്ന് കേൾക്കുമ്പോഴേക്ക് കരയുമായിരുന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവസാനം പറയാൻ നമുക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്ന ചില അനുഭവങ്ങൾ ഈ സംസാരത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറാ ഗുഹയിൽ ധ്യാനമിരിക്കുന്ന സമയമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്യും.
എന്നിട്ട് 6 കിലോമീറ്ററോളം ദൂരം നടന്നു പോകും. എന്നിട്ട് ആ ഇറാ ഗുഹ നിലകൊള്ളുന്ന ജബലുന്നൂർ മക്കയിൽ പോയവരെ കണ്ടവരുണ്ടാകും, കയറിയവരുണ്ടാകും. എല്ലാ ദിവസവും ആ കുന്ന് കയറിയിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു പോരും. ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജയുടെ പ്രായം എത്രയാ? 30 അല്ല, 32 അല്ല, 35 അല്ല, 40 അല്ല. അള്ളാഹിൻ്റെ ഹബീബ് ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഖദീജ ബീവിയുടെ പ്രായം 40, റസൂലുള്ളാഹിക്ക് അന്ന് പ്രായം 25. പുണ്യനബിക്ക് നുബുവത്ത് കിട്ടുന്നത് റസൂലുള്ളാഹിൻ്റെ 40-ൽ. അപ്പോൾ ഖദീജ ബീവിയും റസൂലുള്ളയും തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസം 15 വയസ്സ്. റസൂലുള്ളാഹിക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടുമ്പോൾ ഖദീജ ബീവിയുടെ പ്രായം 55 എന്ന് ഓർക്കണേ. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തോട് അടുത്തിരിക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങൾ ചിന്തിക്കണേ, കൈകാലുകൾക്ക് ക്ഷീണവും തളർച്ചയും തോന്നുന്ന കാലം. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് ജബൽനൂറിൻ്റെ മുകളിൽ കയറിയിട്ട് ഇറാ ഗുഹയുള്ള ഭർത്താവിനെ കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് റസൂലുള്ളാഹിയിൽ വല്ലാത്ത വിഷമമുണ്ടാക്കി. പാവം എൻ്റെ ഖദീജ എത്രയേ കഷ്ടപ്പെട്ട ഭക്ഷണവുമായി വരുന്നത്. അള്ളാഹിൻ്റെ ഹബീബ് എന്ത് ചെയ്യുമെന്നറിയോ? ഇറാ ഗുഹയിൽ ഇറങ്ങിയിട്ട് ഇടയ്ക്ക് വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് പറയും, ഖദീജ ഒരു 4-5 ദിവസത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കി തരണേ. ആ 4-5 ദിവസത്തിനുള്ള ഭക്ഷണം പാകം ചെയ്യിപ്പിക്കും. എന്നിട്ട് പറയും, അങ്ങെന്നും അവിടെ വരണ്ടല്ലോ, അങ്ങ് എന്തിനാ അത്ര പ്രയാസപ്പെടുന്നത്? ഒരു 4-5 ദിവസത്തിനുള്ള ഭക്ഷണം തന്നേക്ക്, അത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നോളും, നിങ്ങളങ്ങോട്ട് വരരുത്. പക്ഷേ ഖദീജയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അള്ളാഹിൻ്റെ ഹബീബ് 4-5 ദിവസത്തിനുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോയാലും എല്ലാ ദിവസവും ഖദീജ ഒന്ന് പോയി നോക്കും. എന്തിനെന്നറിയോ? തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ്റെ വിവരങ്ങളെന്ത് എന്നറിയാൻ വേണ്ടി. അള്ളാഹിൻ്റെ ഹബീബിനെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയില്ല ഖദീജ റളിയല്ലാഹു അൻഹ. അതാണ് ആ കുടുംബജീവിതം. അതാണ് ഖദീജയും അല്ലാഹുവിൻ്റെ ഹബീബും തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴം. എൻ്റെ പ്രിയമുള്ളവരെ, അതായിരുന്നു ഖദീജ എന്ന പെണ്ണും മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധത്തിൻ്റെ ആഴം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറാ ഗുഹയിൽ ധ്യാനത്തിൽ ഇങ്ങനെ കഴിയുമ്പോഴാണ് ഏകദേശം 6 മാസത്തോളം അടുക്കുകയാ. അപ്പോഴല്ലേ ഒരു ദിവസം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇതേപോലെ പരിശുദ്ധമായ റമളാനിൽ 27ാമത്തെ രാവിലെന്നാണല്ലേ ഖുർആൻ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഇതേപോലെ ഒരു റമളാനിൽ അല്ലാഹുവിൻ്റെ ഹബീബ് ഗുഹക്കകത്ത് ധ്യാനത്തിലിരിക്കുമ്പോഴല്ലേ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇഖ്റ യാ മുഹമ്മദ്, മുഹമ്മദേ വായിക്കൂ മുഹമ്മദേ. റസൂലുള്ളാഹിക്ക് വായന അറിയില്ല, ആരായി വന്നതെന്നറിയില്ല. ഭയവിക്കുലനായ പുണ്യനബി പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. വീണ്ടും ഇഖ്റ, വായിക്കൂ, വായിക്കാൻ അറിയില്ല. മൂന്നാമതും ഇഖ്റ, വായിക്കൂ മുഹമ്മദേ. മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. ആ സമയത്തല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യനബിയെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ ഓതിക്കൊടുക്കുകയാ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുകയാണ്. വഹി ഇറങ്ങി, ഖുർആൻ ഇറങ്ങി, മുഹമ്മദ് പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ ഹബീബാകെ പേടിച്ച് ഭയവിഹ്വലനായി. അതോടുകൂടെ വിറക്കാൻ തുടങ്ങി. പനി വന്നു, അസഹനീയമായ പനി. ആകാശത്തിന് ചുവട്ടിൽ എനിക്ക് ഏറ്റവും സ്നേഹവും സമാധാനവും തന്ന ഖദീജയുടെ വീട്ടിലേക്കാണ് റളിയല്ലാഹു അൻഹ. അബൂതാലിബിൻ്റെ വീട്ടിലേക്കല്ല, കുടുംബക്കാരുടെ വീട്ടിലേക്കല്ല, അബൂതാലിബിൻ്റെ വീട്ടിലേക്കല്ല, കുടുംബക്കാരുടെ വീട്ടിലേക്കല്ല, തൻ്റെ പ്രിയപ്പെട്ട ഖദീജയുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുന്നത്. ഓടിച്ചെല്ലുമ്പോൾ തന്നെ പറയുന്നുണ്ട്, സമ്മിലൂനി സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പെട്ട് മൂടണേ, പുതപ്പെട്ട് മൂടണേ, പുതപ്പെട്ട് മൂടണേ. നേരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ് കയറി ചെന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പുതപ്പെട്ട് മൂടുകയാണ്. ആക്ഷേപങ്ങളില്ല, കുത്തുവാക്കുകളില്ല. ഭർത്താവ് പറഞ്ഞ പോലെ പുതപ്പെട്ട് മൂടുകയാണ്. എന്നിട്ട് ഖദീജ മെല്ലെ അടുത്തു ചെന്നിരുന്നു.
പനിച്ചിട്ടിങ്ങനെ വിറകൊള്ളുന്നുണ്ട്. അള്ളാഹിൻ്റെ ഹബീബിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അടുത്തിരുന്നിട്ട് ചോദിച്ചു, എന്തേ സംഭവിച്ചത്? പുണ്യനബി ഉണ്ടായ സംഭവങ്ങളെല്ലാം തൻ്റെ പ്രിയതമയോട് വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പം പറഞ്ഞു, ഭയപ്പെടണ്ട, അങ്ങെന്തിനാ ഭയപ്പെടുന്നത്? അങ്ങയുടെ നാഥനായ അള്ളാഹു കയ്യൊഴിയില്ല. അങ്ങ് പാവങ്ങളുടെ അത്താണിയല്ലേ, അങ്ങ് യതീമുകളെ സംരക്ഷിക്കുന്നവരല്ലേ, അങ്ങപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നവരല്ലേ. അള്ളാഹു അങ്ങയെ കഴിയില്ല, അങ്ങ് ഭയപ്പെടണ്ട. നമുക്ക് വറക്കത്തിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. ആരാണ് വറക്കത്ത് ബിൻ നൗഫൽ? തൗറാത്തിലും ഇഞ്ചീലിലും അവഗാഹമുള്ള പണ്ഡിതനാണ്. അന്നാളുകൾ പല കാര്യത്തിലും സമീപിക്കാറുണ്ടായിരുന്നത് വറക്കത്തിനെയായിരുന്നു. ഖദീജ എന്ന് പറയുന്ന തൻ്റെ അടിയായ പെണ്ണ് പറഞ്ഞു, നമുക്ക് വറക്കത്തിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം, എന്താണ് വിഷയമെന്നൊന്ന് പറഞ്ഞു നോക്കാം. ഭയപ്പെടണ്ട. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു ആശ്വാസം കിട്ടിയപ്പോൾ ഭർത്താവിൻ്റെ കയ്യും പിടിച്ചു വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് ചെന്നു. വറക്കത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിവരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വറക്കത്ത് പറഞ്ഞു, ആദന്നാമൂസുല്ലദീ ജാഅ മൂസാ. ഭയപ്പെടേണ്ടതില്ല ഖദീജ, ഭയപ്പെടേണ്ടതില്ല മുഹമ്മദേ, ഇത് മൂസ അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്ന മലക്കാണ്. അങ്ങയുടെ അടുത്തും വന്നതാ, അങ്ങേക്ക് നബുവത്ത് തരാൻ വന്നതാ. അങ്ങേ അല്ലാഹു തആല പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുകയാ. അങ്ങ് അല്ലാഹുവിൻ്റെ ദൂതനാ. വറക്കത്ത പറഞ്ഞു കൊടുക്കുന്നത്. വറക്കത്ത് പറഞ്ഞു, അല്ലാഹു അങ്ങയെ റബ്ബിൻ്റെ ദൂതനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ട് വറക്കത്ത് പറഞ്ഞു, ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ വരും. അങ്ങയുടെ ഈ നാട്ടുകാർ, മക്കക്കാർ അങ്ങയെ മക്കയിൽ നിന്ന് പുറത്താക്കും. വറക്കത്ത് പറയാൻ, മക്കക്കാർ അങ്ങയെ മക്കയിൽ നിന്ന് പുറത്താക്കുന്ന അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ സഹായിയായി നിലകൊള്ളുമെന്ന് വറക്കത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മക്കയിൽ നിന്ന് പുണ്യനബി പുറത്താക്കപ്പെടുന്ന സമയം വറക്കത്ത് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നില്ല. ഏതായാലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസമായി. അവർ രണ്ടുപേരും പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി അള്ളാഹിൻ്റെ ഹബീബിന് ഇറക്കപ്പെട്ടിരിക്കുന്ന സന്ദേശങ്ങൾ ഖദീജ, അള്ളാഹിൻ്റെ ഹബീബെ, അങ്ങേക്ക് അല്ലാഹു തആല എന്ത് സന്ദേശമാണോ ഇറക്കി തന്നിരിക്കുന്നത്, ഞാൻ ആ സന്ദേശത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ് നബിയേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഖദീജ മുസ്ലിമാവുകയാണ് റളിയല്ലാഹു അൻഹ. വീട്ടിൻ്റെ കഥനമാ അള്ളാഹുവിൻ്റെ ഹബീബ് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. മഹലിൻ്റെ പ്രസിഡൻ്റായി വീട്ടിലേക്ക് വന്നപ്പോൾ, ഇതെന്തിനാ നിങ്ങൾ മഹലിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതെന്നല്ല, എല്ലാവരും കൂടെ ഏൽപ്പിച്ചപ്പോൾ ഏറ്റെടുത്തതാണ്. എന്തിനാ നിങ്ങളത് ഏറ്റെടുത്തത് എന്നല്ല, നിങ്ങൾ ചിന്തിക്കണേ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നന്മയിൽ സഹായിയായി വർത്തിച്ച ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൻ്റെ അകത്തലങ്ങളിൽ ഇസ്ലാമിൻ്റെ പ്രഭ പരക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 3 കൊല്ലം രഹസ്യമായ പ്രബോധനം ചെയ്തത്. ഖദീജ ബീവി വിശ്വസിച്ചു റളിയല്ലാഹു അൻഹ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. അലി റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. ഇങ്ങനെ ഏതാനും ചില വിരലിൽ എണ്ണാവുന്ന ആളുകളാണെന്ന് വിശ്വസിച്ചത്. പരസ്യമായി പറയാൻ യാതൊരു നിർവാഹവുമില്ല. 3 കൊല്ലം കഴിഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരസ്യമായി പ്രബോധനം നടത്താൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കൽപ്പനയ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഖിർ വറുജ്സ ഫഹജുർ വലാ തംനും തസ്തക്തിർ വലിറബ്ബിക വസ്ബിർ. അള്ളാഹുവിൻ്റെ കൽപ്പന പരസ്യമായി പ്രബോധനം നടത്തണമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനം നടത്താനായി മക്കയിലുണ്ടായിരുന്ന ജബൽ അബീ ഖുബൈസിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ജബൽ അബീ ഖുബൈസിൻ്റെ മുകളിൽ കയറി നിന്ന് അള്ളാഹിൻ്റെ ഹബീബ് ഒരു വിളി, മക്കക്കാരെ, അബ്ദു മനാഫിൻ്റെ മക്കളെ, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വിളി മക്കക്കാർ കേട്ടു. കേട്ടപ്പോൾ എല്ലാവരും കേട്ടിടത്തേക്ക് ഓടി.
മക്കയിൽ വല്ല അപകടങ്ങളും വരാൻ പോകുന്നുവെങ്കിൽ ജബൽ നബി ഖുബൈസിൻ്റെ മുകളിൽ കയറിയിട്ടാ സാധാരണ വിളിക്കാറുള്ളത്. അവിടെ കയറിയിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് വിളിച്ചത്. ശ്രദ്ധിച്ചു, ആരാ വിളിക്കുന്നത്? അല്ലമീന. എന്തോ പ്രശ്നമുണ്ട്. എല്ലാവരും ഓടിച്ചെന്നു. പോകാൻ കഴിയാത്തവർ പ്രതിനിധികളെ പറഞ്ഞയച്ചു. എല്ലാവരും തൻ്റെ മുമ്പിൽ ശാന്തരായി നിൽക്കുന്നുവെന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് അവരോട് പറഞ്ഞു, ഈ മലക്കപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരേക സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ എന്തിന് വിശ്വസിക്കാതിരിക്കണം? മുഹമ്മദേ, നീ ഇതുവരെ ഞങ്ങളോടൊരു കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നീ അത് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കും. മുഹമ്മദേ, പറയൂ, എന്താണ് പ്രശ്നം? അള്ളാഹുവിൻ്റെ ഹബീബ് അപ്പോൾ അവരോട് പറഞ്ഞു, ഈ മലയുടെ മറുഭാഗത്തു നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ പോന്ന ഒരു സൈന്യം വരുന്ന കഥയല്ല എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്. മറിച്ച് നിങ്ങൾ കഅബയിലും മറ്റും വച്ച് ആരാധിക്കുന്ന ബിംബങ്ങളില്ലേ, ആ ബിംബങ്ങളല്ല നമ്മളെ സൃഷ്ടിച്ചത് രാജാതിരാജനായ അല്ലാഹുവാ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണേ, ബിംബങ്ങളെ വെടിയണേ. ഇതാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. പറഞ്ഞപ്പോൾ ശാന്തമായി നിന്നിരുന്ന ആ ജനക്കൂട്ടം ഇളകി മറഞ്ഞു. ആ ജനക്കൂട്ടത്തിൽ നിന്ന് ആദ്യം തന്നെ പുണ്യനബിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമടാ എന്ന് പറഞ്ഞത് അല്ലാഹുവിൻ്റെ പിതൃവനായിരുന്ന അബൂ ത്വാലിബ. പിന്നെ അവർ ചീത്ത വിളിയായി, മാരണക്കാരൻ, കള്ളൻ, തമ്മാടി. അവർ വിളിക്കാനൊന്നും ബാക്കി വച്ചില്ല. ഈ രംഗമല്ല പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കാണുന്നുണ്ട്. അള്ളാഹിൻ്റെ ഹബീബ് അവർക്കിടയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പുണ്യനബിയെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാ. അതോടുകൂടെ പിന്നെ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. ഖദീജയുടെയും ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. പക്ഷേ സ്വസ്ഥത നഷ്ടപ്പെട്ടെങ്കിലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹിൻ്റെ ഹബീബിന് എല്ലാ പിന്തുണയും കൊടുത്ത് റസൂലുള്ളാഹിൻ്റെ കൂടെ നിലകൊള്ളുകയാണ് ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹനിധിയായ ഭാര്യയായിരുന്നു ഖദീജ, സ്നേഹനിധിയായ ഭാര്യ. എന്നോടൊരാൾ പറഞ്ഞില്ലേ, 14 കൊല്ലം കുടുംബത്തോടൊപ്പം ഗൾഫ് രാജ്യത്ത് കഴിഞ്ഞ ആളാണ്. വലിയ സൗകര്യം, വലിയ ബിസിനസ് സംവിധാനം. 14 കൊല്ലം ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിഞ്ഞതാ. നട്ടെല്ലിന് ക്യാൻസർ വന്നു. കോഴിക്കോട് കൊണ്ടുവന്ന് കാണിച്ചു, ഇംസിൽ ബേബിയിൽ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർമാർ അവസാനം വിധി എഴുതി, അസുഖം സുഖപ്പെടൂല എന്ന് വിധി എഴുതിയപ്പോൾ വീട്ടിൽ നിന്ന് തൻ്റെ 3 മക്കളെയും കൂട്ടിയിട്ട്, മക്കളെ ഇനി ഇവിടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് തൻ്റെ 3 മക്കളെയും കൈപിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്വന്തം ഒരു ജേട്ടൻ്റെ ഭാര്യയുടെ അനുഭവം ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഭർത്താവിന് സ്വസ്ഥതയുള്ള സമയം ഭർത്താവിൻ്റെ കൂടെ, ഭർത്താവിൻ്റെ എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് കണ്ടാൽ ഭർത്താവിനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത പെണ്ണല്ല ഖദീജ റളിയല്ലാഹു അൻഹ. എല്ലാ സപ്പോർട്ടും, വീട്ടിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി എന്ന് ഖദീജക്കറിയാം. പക്ഷേ ആക്ഷേപങ്ങളില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ എല്ലാ പിന്തുണയും ഖദീജ റളിയല്ലാഹു അൻഹ ഒരിക്കൽ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കാൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഖദീജ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും റളിയല്ലാഹു അൻഹ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തു പോയതാണ് പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മുമ്പിലാണ്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ റസൂലുള്ളാഹി നിസ്കാരത്തിലാണ് കഅബാലയത്തിൻ്റെ മുമ്പിൽ. ഖദീജയുടെ കണ്ണു തെറ്റിയില്ല. കാരണം കണ്ണു തെറ്റിയാൽ ജീവൻ അപായപ്പെടുത്താൻ കാത്തിരിക്കുന്നവരാ. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ശ്രദ്ധിക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ ഹബീബിന് വല്ല അപായങ്ങളും വരുന്നുണ്ടോ. അപ്പോഴാണ് ഉഖബത്ത് ഇബ്നു അബീ മുഗൈത്ത് എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ, തലേ ദിവസങ്ങളിൽ അറുത്തുതള്ളിയ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ വാരി വലിച്ചു കൊണ്ടുവന്ന് സുജൂദിലേക്ക് പോയ പുണ്യനബിയുടെ ശിരസിലേക്ക് കൊണ്ടുവന്നിട്ടത് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കഴുത്തളങ്ങളിലാണ്. അൻതല്ലദീ ലൗലാക മാ ഖുലിഖ ഇംറഉൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. അങ്ങില്ലെങ്കിൽ ലോകത്തിന് തന്നെ ജന്മമില്ലെന്ന് പുകൾ കൊണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കടിത്തലങ്ങളിലാണ് ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ പുഴുവരിക്കുന്നുണ്ട്, മറ്റു വൃത്തികേടുകളുണ്ട്. ഇതാ പുണ്യപൂമാൻ്റെ ശരീരത്തിലൂടെ ഇതിൻ്റെ ചെലവും രക്തവുമൊക്കെ ഒലിക്കുകയാണ്. കണ്ടിട്ട് ഖദീജക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആർക്ക് സഹിക്കാൻ കഴിയും? ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്കറിയാം, ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വല്ലതും ചെയ്തു കൊടുത്താൽ ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ ഭർത്താവിനെ ക്രൂരമായി വീണ്ടും പീഡിപ്പിക്കുമെന്ന്. ഖദീജ വിളിച്ചില്ലേ, എൻ്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ മോളെ റളിയല്ലാഹു അൻഹ, ചെറിയ മോളാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അന്ന് ചെറിയ പ്രായമാണ് ഫാത്തിമ മോൾ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു 5-6 വയസ്സ് പ്രായമേ ഉണ്ടാകൂ. മോളെ വിളിച്ചിട്ട് ഒരു 5-6-7 വയസ്സ് പ്രായമുണ്ടാകും. മോളെ വിളിച്ചിട്ട് പറഞ്ഞല്ല, മോളെ ഫാത്തിമ ഇങ്ങ് വാ മോളെ. മോളെ, ഉപ്പയാ കഅബയുടെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നത്. ഉപ്പയുടെ കടിത്തലങ്ങളിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ശത്രുക്കൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാ. മോളെ, ഉമ്മ എങ്ങോട്ട് പോയാൽ ഉപ്പയെ അവർ കൂടുതൽ ആക്രമിക്കും. പൊന്നുമോളൊന്ന് ചെന്നിട്ട് ഉപ്പാൻ്റെ കഴുത്തിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ എടുത്തു മാറ്റുന്നു. ഖദീജ പരിസരത്തായുണ്ട്. ഫാത്തിമ മോൾ ഓടിച്ചെന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കഴുത്തിൽ നിന്ന് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ചെറിയ കുഞ്ഞു കൈകൾ കൊണ്ടിങ്ങനെ വലിച്ചു മാറ്റുകയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. കരയുന്നുണ്ട് ഫാത്തിമ. ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ എടുത്തു മാറ്റുമ്പോൾ കരഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ ഹബീബ് സുജൂദിൽ നിന്ന് തല പൊക്കിയപ്പോൾ പൊന്നുമോളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ കരയണ്ട മോളെ, ലാ ഖർബ അലാ അബീ. മോളെ, ഈ ജീവിതത്തിലെ നിന്റെ ഉപ്പാക്ക് വേദനയുള്ളൂ, അടുത്ത ജീവിതത്തിൽ വേദനകളില്ല മോളെ എന്ന് പൊന്നുമോളെ സമാശ്വസിപ്പിക്കുകയാണ്. പൊന്നുമോൾ ഉപ്പാൻ്റെ കയ്യും പിടിച്ചുമ്മാൻ്റെ അടുത്തു ചെന്നപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയതമൻ്റെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് കയറി പോവുകയാണ്. ഖദീജക്ക് എത്രമാത്രം സ്നേഹമാണെന്നറിയുമോ? മറ്റൊരു ദിവസം റസൂലുള്ള വെളിയിലേക്ക് ഇറങ്ങിയതാണ്. അള്ളാഹിൻ്റെ ഹബീബ് വീട്ടിൽ നിന്നിറങ്ങി. റസൂലുള്ളാഹിക്ക് ഒരു സ്വഭാവമുണ്ട്, അസ്തമയമാകുമ്പോഴേക്ക് വീട്ടിലേക്ക് വന്ന് കയറും. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്വഭാവമാണത്. അസ്തമയത്തിന് മുമ്പായി വീട്ടിലേക്ക് വന്ന് കയറും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നേരത്തെ പോയതാ, അസ്തമയമായിട്ടും റസൂലുള്ള വീട്ടിലേക്ക് വന്നില്ല. സാധാരണ വരുന്ന സമയമായപ്പോഴും വന്നില്ല. ഖദീജ ബീവിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. ഖദീജ വീട്ടിൽ നിന്ന് ഇറങ്ങി മക്കയുടെ പ്രാന്തപ്രദേശത്തു കൂടെ അങ്ങനെ നടക്കുകയാണ്. ആരെ തെരഞ്ഞു നടക്കാന്നറിയോ? പ്രിയപ്പെട്ട ഭർത്താവിനെ തെരഞ്ഞു നടക്കാൻ, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് നടക്കും. ഭർത്താവിനെ കണ്ടോ? ഇതെന്നെ ഖദീജയുടെ ചോദ്യം ഇതുതന്നെ. 10 പതിറ്റാണ്ടുകൾ ഒന്നിച്ച് ജീവിച്ചിട്ടും മതിവരാത്ത ജീവിതമാ ഖദീജയുടെ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ഭർത്താവിനെ കണ്ടോ? കാണുന്നവരോടൊക്കെ ഇടയ്ക്കൊരാൾ, ഒരു അപരിചിതനായ ആൾ, അന്ന് വരെ മക്കയിൽ അങ്ങനെ ഒരാളെ ഖദീജ കണ്ടിട്ടില്ല. ഇടയ്ക്ക് വന്നിട്ട് അസ്സലാമു അലൈകി യാ സൗജത റസൂലില്ലാഹ്, അപരിചിതനായ ആൾ വന്ന് സലാം ചൊല്ലുകയാണ്. സലാം മടക്കി അയാളോടും ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കണ്ടോ? ഓടുകയാണ് ഖദീജ. പെട്ടെന്ന് റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ വാരി പുണർന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങേക്ക് വല്ലതും സംഭവിച്ചോ? ശത്രുക്കൾ അപായപ്പെടുത്തിയോ എന്ന് ഭയപ്പെട്ടു നബിയേ. സാധാരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത പെണ്ണാ ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു. നിങ്ങൾ ഇതുവരെ മക്കയിൽ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും, അപരിചിതനായ മക്കക്കാരനല്ലാത്ത ആരെങ്കിലും അങ്ങേക്ക് സലാം ചൊല്ലിയോ ഖദീജ? ഖദീജ ബീവി പറഞ്ഞു റളിയല്ലാഹു അൻഹ, അതേ നബിയെ, സലാം ചൊല്ലിയല്ലോ. പുണ്യ നബി ചോദിച്ചു, ഖദീജ ആരാതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല നബിയെ, ആരാണെന്ന് തിരിഞ്ഞിട്ടില്ല. അയാൾ എനിക്ക് സലാം ചൊല്ലി, ഖദീജ ദാക ജിബ്രീൽ, അത് ജിബ്രീലാണ് ഖദീജ. അങ്ങയുടെ ഭർത്താവിനെ തെരഞ്ഞു പുറപ്പെട്ടപ്പോൾ അങ്ങേക്ക് സലാം ചൊല്ലിയതാണ് ഖദീജ എന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ, പെങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം സലാം ചൊല്ലിയ പെണ്ണാണ് ഖദീജ. എന്താ കാരണമെന്നറിയോ?
ഭർത്താവായ റസൂലുള്ളാഹിനോട് അത്രമാത്രം ഇഷ്ടമാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെ ഈ പ്രയാസകരമായ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിലും ഖദീജ എന്ന പെണ്ണിൻ്റെ ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതമാണ്. ആദ്യത്തെ ഭർത്താവ് മരിച്ചു, രണ്ടാമത്തെ ഭർത്താവും മരിച്ചു, മടിയിൽ 3 യതീമുകൾ. അങ്ങനെ ജീവിതം നയിക്കുമ്പോഴാണ് പിന്നെ ഒരാശ്വാസമായി റസൂലുള്ളാഹിനെ കൊടുത്തത് ഖദീജ. പക്ഷേ ആ സന്തോഷവും ഏറെ നീണ്ടു നിന്നില്ല. ഒരു 10-18 കൊല്ലം കഴിയുമ്പോഴേ പിന്നെ രൂക്ഷമായ പരീക്ഷണങ്ങളുടെ കാലമാണ് ഖദീജ ബീവിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പെങ്ങളെ, അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോൾ പതറിപ്പോകരുത്. ചില സമയം അള്ളാഹു കിഡ്നിയെ ഫയലാക്കിയിട്ടാകാം റബ്ബ് പരീക്ഷിക്കുന്നത്. കിഡ്നി ഫയലായി പോയി, ചിലപ്പോൾ ഭർത്താവ് മരിച്ചാവാം, ചിലപ്പോൾ നമുക്ക് യതീമുകളെ പടച്ച റബ്ബ് നമ്മുടെ മടിയിലേക്ക് എറിഞ്ഞു തന്നാവാ, ചില മക്കൾ മരിച്ചുകൊണ്ടാകാം, പല രീതിയിലാകാം പരീക്ഷണങ്ങൾ. പതറിപ്പോകരുത്. പതറാത്ത ഈമാനോടെ പിടിച്ചു നിന്ന മാതൃകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അള്ളാഹു അല്പകാലം കൊടുത്ത ആശ്വാസം പടച്ച റബ്ബ് വീണ്ടും തിരിച്ചെടുക്കുകയാ. പിന്നെ ഖദീജയുടെ ജീവിതത്തിൽ രൂക്ഷമായ പരീക്ഷണങ്ങളാണ്. നിങ്ങൾ ചിന്തിക്കണേ, അള്ളാഹിൻ്റെ ഹബീബിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ഉണ്ടാവും, ഇന്നത്തെ കാലത്തും ഉണ്ടാവും. ഇന്നിപ്പോൾ നിങ്ങൾക്കൊരു മുസ്ലിമായ പെണ്ണായി ജീവിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ +2 ക്ലാസ്സിനൊക്കെ ചെല്ലുമ്പോൾ തലയിൽ തട്ടിട്ടാൽ അതൊരു ഔട്ട് ഓഫ് ഫാഷനാണ്. മുസ്ലിമാന്ന് പറയാനൊരു മടിയാണ്. പെങ്ങളെ, ഈ കാലഘട്ടത്തിലെയും ഖദീജയാകാൻ കഴിയണം റളിയല്ലാഹു അൻഹ. കേൾക്കണോ നിങ്ങൾക്ക്? ഖാസിം എന്ന് പറയുന്ന പൊന്നുമോനെ അല്ലാഹു തആല കൺമുമ്പിലാ തിരിച്ചെടുത്തത്. ഖാസിം എന്ന പൊന്നുമോൻ ഖദീജയുടെ കൺമുമ്പിൽ മുല കൊടുക്കുന്ന സമയത്താണ് മരണപ്പെട്ടു പോകുന്നത്. ഖദീജയുടെ മുല കുടിക്കുന്ന സമയത്താണ് ഖാസിം മരണപ്പെട്ടു പോയി. പിന്നെയോ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. സൈനബയെ കല്യാണം കഴിച്ചതാരാ? അംബ്രുബ്നുൽ ആസാൻ. അംബ്രാണ് സൈനബയെ കല്യാണം ചെയ്തത്. സൈനബയെ കല്യാണം ചെയ്ത സമയത്ത് അയാൾ ചെയ്യുന്ന സമയത്ത് വഹി ഇറങ്ങിയിട്ടില്ല അള്ളാഹുവിൻ്റെ ഹബീബിന്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സമയത്ത് വഹി ഇറങ്ങിയിട്ടില്ല. പിന്നെയാണ് അള്ളാഹിൻ്റെ ഹബീബ് വഹി ഇറങ്ങി പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷേ സൈനബയുടെ ഭർത്താവ് മുസ്ലിമായില്ലെന്ന് മാത്രമല്ല, ശത്രുപക്ഷത്താണ് നിലകൊണ്ടത്. ബദർ യുദ്ധത്തിൽ പോലും അള്ളാഹിൻ്റെ ഹബീബിനെ, പ്രിയപ്പെട്ട ഭാര്യയായ സൈനബയുടെ ഉപ്പയെ മുഹമ്മദിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തിലാണ് സൈനബയുടെ ഭർത്താവ് ബദർ യുദ്ധത്തിന് പോലും വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചില്ല. ഖദീജക്ക് എപ്പോഴും റളിയല്ലാഹു അൻഹ വല്ലാത്തൊരു വിഷമമായിരുന്നത്. എന്നാലോ സൈനബയെ ഒഴിവാക്കി തരാനും ഇയാൾ തയ്യാറാകുന്നില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സൈനബ ബീവിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് മൂത്ത മോള റസൂലുള്ളാഹിന്റെ മൂത്ത മോള അള്ളാഹിൻ്റെ ഹബീബ് സൈനബയുടെ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ഒഴിവാക്കി തന്നേ. പക്ഷേ അയാൾ പറഞ്ഞു, ഒഴിവാക്കാൻ ഞാൻ സന്നദ്ധനല്ല. സൈനബ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കൂടെ പറഞ്ഞേക്കണം. സ്വന്തം മകളുടെ ഭർത്താവാ മകളുടെ ഉപ്പയെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ മുൻനിരയിൽ ഖദീജക്ക് സഹിക്കാൻ കഴിയുമോ റളിയല്ലാഹു അൻഹ? പുതിയാപ്പിളയാണ് അമ്മോക്ഷനെ രൂക്ഷമായി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. ഖദീജ അത് സഹിച്ചു കഴിഞ്ഞ പെണ്ണാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഖദീജയുടെ പ്രതിസന്ധികളെ കുറിച്ച് ആലോചിച്ചു നോക്കണേ നിങ്ങൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ മകളായ റുഖയ്യ ബീവിയെയും ഉമ്മു കുൽതൂമിനെയും വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ആരോടാ വിവാഹം നിശ്ചയിച്ചത് എന്നറിയോ? അതും നബുവത്തിൻ്റെ മുമ്പാണ്. അബൂലഹബിൻ്റെ 2 മക്കളോടാണ്. അബൂലഹബിൻ്റെ 2 മക്കളോടാണ് വിവാഹം തീരുമാനിച്ചത്. എന്നാൽ അള്ളാഹിൻ്റെ ഹബീബിന് അള്ളാഹു നബുവത്ത് കൊടുത്ത് പ്രവാചകനായി തെരഞ്ഞെടുത്തതോടുകൂടെ റസൂലുള്ളാഹിൻ്റെ കൊടിയ ശത്രുവായി അബൂലഹബാണല്ലോ ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ വെച്ച് തബ്ബകല്ല യാ മുഹമ്മദേ നിനക്ക് നാശമെന്ന് പറഞ്ഞ റസൂലുള്ളാഹിക്ക് നേരെ ആദ്യം കൈ ചൂണ്ടിയാൽ അബൂലഹബായിരുന്നല്ലോ.
അതോടുകൂടെ അബൂലഹബ് തീരുമാനിച്ചു, എൻ്റെ മക്കളെ മുഹമ്മദിൻ്റെ പെൺമക്കളോട് കല്യാണം ചെയ്യിപ്പിക്കൂല. അബൂലഹബ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ചിന്തിക്കണേ, ഖദീജ എന്ന പെണ്ണ് സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്. കല്യാണം നിശ്ചയിക്കപ്പെട്ട ഒരു പെണ്ണിൻ്റെ കല്യാണം ഒഴിഞ്ഞുപോയി എന്ന് അറിഞ്ഞാൽ നാട്ടിലെ ആ പെണ്ണിൻ്റെ അവസ്ഥ എന്താകും, ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും? ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയമുള്ളവരെ. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ വേദനകളെല്ലാം ഖൽബിൻ്റെ അകത്ത് അങ്ങനെ സഹിച്ച് കഴിഞ്ഞുകൂടുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ശത്രുക്കൾ ഉപരോധമെന്ന് പറയുന്ന വലിയൊരു ഭീഷണിയുമായി വരുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ശത്രുക്കളുടെ ക്രൂരമായ അതിക്രമങ്ങൾ ഒരു നിലക്കും വിശുദ്ധ ഇസ്ലാമിന് അനുകൂലമായ സാഹചര്യം ലഭിക്കുന്നില്ല. പുണ്യനബി വല്ലാത്ത ടെൻഷനിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കക്കാർ ഈ ആശയം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അവസാനം അള്ളാഹിൻ്റെ ഹബീബിന് തോന്നി, തായിഫ് റസൂലുള്ളാഹിൻ്റെ ധാരാളം കുടുംബക്കാരുള്ള സ്ഥലമാണ് തായിഫ്. റസൂലുള്ളാഹിൻ്റെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയായ ഹലീമ ഉമ്മയുടെ നാടും കൂടെയാണല്ലോ തായിഫ്. തായിഫിലേക്കൊന്ന് പോകാം, എന്നിട്ട് അമ്മാവന്മാരോട് സഹായം ഒന്ന് ചോദിച്ചു നോക്കാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് പോയതാ. തായിഫിൽ പോയിട്ട് അമ്മാവന്മാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിശുദ്ധമായ ദീനിനെ അവർക്ക് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ പ്രചരണത്തിൽ നിങ്ങളൊന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞതാണ്. അമ്മാവന്മാർ സഹായിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ഹബീബിനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. കുട്ടികളെ കൊണ്ടും ഭ്രാന്തന്മാരെ കൊണ്ടും കല്ലെറിയിപ്പിച്ചു, കൂക്ക് വിളിപ്പിച്ചു. അള്ളാഹിൻ്റെ ഹബീബിനെ പരിഹസിച്ചവർ തിരിച്ചയക്കുകയാണ് തായിഫിൽ നിന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശനായി തായിഫിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരാൻ. പക്ഷേ മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മക്കയിൽ അതിനേക്കാളേറെ പ്രതിസന്ധി. മക്കക്കാർ അള്ളാഹിൻ്റെ ഹബീബിനെ മക്കയിലേക്ക് കയറാൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, മുഹമ്മദേ, നീ ഞങ്ങൾക്കെതിരെ നിന്റെ കുടുംബക്കാരോട് സഹായം ചോദിക്കാൻ പോയ ആളാ. നീ ഞങ്ങൾക്കെതിരെ നിന്റെ കുടുംബക്കാരെ ഒന്നിപ്പിക്കാൻ പോയവനാ. അതുകൊണ്ട് ഇനി നിന്നെ ഞങ്ങൾ മക്കയിലേക്ക് കയറാൻ സമ്മതിക്കില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശൈബ് അബീ ത്വാലിബിൻ്റെ മലഞ്ചെരുവിൽ അല്ലാഹുവിൻ്റെ ഹബീബ് കുടുങ്ങിപ്പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴുമുണ്ട് മക്കത്തെ ആ സ്ഥലം. ഹജ്ജിനായാലും ഉംറക്കായാലും ആര് കൂടെ വന്നാലും ആ താഴ്വരയിൽ ഒന്ന് ഞാൻ കൊണ്ടുപോയി നിർത്താതിരിക്കാറില്ല. എന്തുകൊണ്ട്? ആ താഴ്വരയിൽ ഏത് മുഅ്മിനും പോയി നിൽക്കേണ്ടതാണ്. ആ താഴ്വരയിൽ അള്ളാഹിൻ്റെ ഹബീബിനെ മക്കക്കാർ തടഞ്ഞു വച്ച താഴ്വരയാണത്. അവർ പറഞ്ഞു, മുഹമ്മദേ, ഇവിടുന്ന് നീ മക്കയിലേക്ക് ഇറങ്ങാൻ പാടില്ല, ഞങ്ങൾക്കെതിരെ ശക്തി സംഭരിക്കാൻ പോയ ആളാണ് നീ എന്നവർ പറഞ്ഞ് അല്ലാഹുവിൻ്റെ ഹബീബിനെ രൂക്ഷമായി വിമർശിച്ചു. സത്യത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബ് ചെയ്തത് ഈ പീഡനങ്ങളിൽ നിന്നൊരാശ്വാസം കിട്ടാൻ അമ്മാവന്മാരോടൊന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചതാണ്. അവർ സഹായിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ക്രൂരമായി പ്രഹരിക്കുകയാണ് ചെയ്തത്. ഏതായാലും മക്കക്കാർ ഉപരോധിക്കുകയാണ്. വിവരം അള്ളാഹിൻ്റെ ഹബീബ് അറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ ഹബീബ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഞാൻ തായിഫിലേക്ക് സഹായം ചോദിക്കാൻ പോയത് കാരണം മക്കക്കാർ നമ്മളെ ഉപരോധിക്കുകയാണ്. എന്നെ അവർ ഉപരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് മക്കയിലേക്ക് കിടക്കാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയമുള്ളവളെ, ഇനി പട്ടിണിയുടെ നാളാണ് വരാൻ പോകുന്നത്. ഇനി ഭക്ഷണം കിട്ടൂല, വെള്ളം കിട്ടൂല. മക്കക്കാർ നമ്മെ തടഞ്ഞു നിർത്തിയിട്ട് ഇഞ്ചിഞ്ചായി വെള്ളം തരാതെ, ഭക്ഷണം തരാതെ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള പരിപാടിയിലാണവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഖദീജ, ഇവിടെ വെള്ളമുണ്ടാകൂല ഖദീജ, ഭക്ഷണം കിട്ടൂല ഖദീജ.
ഖദീജ, അങ്ങേക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ ഖദീജ. അങ്ങ് ധനാഢ്യ കുടുംബത്തിൽ ഖുവൈലിദിന്റെ മകളായി ജനിച്ചവരല്ലേ, സമ്പന്നതയിലേക്കല്ലേ അങ്ങ് ജനിച്ചു വീണത്. പട്ടിണി കിടന്ന് അങ്ങേക്ക് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഖദീജ, അങ്ങ് നമ്മുടെ ഈ പൊന്നുമക്കളെ കൂട്ടിയിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോകണം ഖദീജ. ഖദീജ, ഞാനിവിടെ നിൽക്കാം ഖദീജ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞൊലിക്കുകയാണ്. പൊന്നു നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്താണ് നബിയെ എന്നോട് പറയുന്നത്? ശൈബ് അബീ ത്വാലിബിന്റെ ഈ മലഞ്ചെരുവിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട വലഞ്ഞങ്ങ് കഴിയുമ്പോൾ ഞാനും മക്കളും ദാഹം തീർത്ത് വെള്ളം കുടിക്കണമെന്നോ? യാ റസൂലല്ലാഹ്, ഒരു പിടി ഭക്ഷണം പോലും കിട്ടാതെ ഈ ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പട്ടിണി കിടന്നങ്ങ് പിടഞ്ഞു മരിക്കുമ്പോ ഖദീജയും മക്കളും വയറ് നിറച്ചു ഭക്ഷണം കഴിക്കണമെന്നോ നബിയേ? യാ റസൂലല്ലാഹ്, ഖദീജക്ക് അതിന് കഴിയില്ല നബിയേ. യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വെള്ളമില്ലേ? എനിക്കും വെള്ളം വേണ്ട. അങ്ങേക്ക് ഭക്ഷണമില്ലേ? എനിക്കും ഭക്ഷണം വേണ്ട. യാ റസൂലല്ലാഹ്, വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ശത്രുക്കൾ നമ്മളെ അങ്ങയെ ഉപരോധിച്ചിട്ട് അങ്ങ് ഈ മലഞ്ചെരുവിൽ പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കുകയാണോ നബിയേ? അങ്ങയുടെ കൂടെ ഖദീജയും മക്കളും പട്ടിണി കിടന്ന് മരിക്കാനാ ഞങ്ങളുടെ ആഗ്രഹം. അങ്ങില്ലാതെ അങ്ങ് പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കാൻ ഖദീജക്ക് കഴിയൂല. അങ്ങ് ദാഹിച്ചു വലയുമ്പോൾ വെള്ളം കുടിക്കാൻ ഖദീജക്ക് കഴിയൂല നബിയേ. അതുകൊണ്ട് അങ്ങനോട് പോകാൻ പറയരുത് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷത്തിലും ദുഃഖത്തിലും പുണ്യനബിയോട് ചേർന്ന് നിന്ന പെണ്ണാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അങ്ങനെ 3 കൊല്ലം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ ഖദീജ താഴ്വരയിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഖദീജയും മക്കളും, ചരിത്രം കേൾക്കണോ നിങ്ങൾക്ക്? ചരിത്രം പറയാ. ആ 3 കൊല്ലം അവരുടെ അവസ്ഥ എന്തായിരുന്നുവെന്നറിയുമോ? 3 കൊല്ലം അവരുടെ അവസ്ഥ, കഴിക്കാൻ ഭക്ഷണമില്ല, വെള്ളമില്ല. എന്നിട്ടോ അള്ളാഹിൻ്റെ ഹബീബ്, ചില സ്വഹാബികൾ പറയാ, ആ രംഗം പറയുന്നുണ്ട്. ഒരു സ്വഹാബി അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കൂടെ ആ മലഞ്ചെരുവിൽ ഉപരോധത്തിൽ കുടുങ്ങിപ്പോയൊരു സ്വഹാബി പറയാൻ, കഴിക്കാനൊന്നുമില്ല. ഒരു രാത്രി വല്ലാതെ വിശന്ന് വയറ് ഒട്ടിപ്പിടിച്ച വയറ്, വിശന്നിട്ട് ഇരുപൊരി കൊള്ളുകയാണ് വയറ്. അസഹനീയമായപ്പോൾ ഞാൻ എഴുന്നേറ്റു. നടക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഈ താഴ്വരയിലൂടെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ അർദ്ധരാത്രിയാണ്. കാലിൽ പശുമയുള്ള എന്തോ ഒന്ന് തടഞ്ഞു. ഇന്ന് വരെ എനിക്കറിയില്ല എന്താണ് ആ കാലിൽ തടഞ്ഞതെന്ന്. ഞാൻ ആ തടഞ്ഞ സാധനം എടുത്തിട്ട് അങ്ങനെ തന്നെ കഴിച്ചു. എന്താണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് പ്രിയമുള്ളവരെ, ആ ഹബീബിൻ്റെ ഉമ്മത്തായ നമ്മളാണ് 5 നേരവും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ ഇഫ്താർ എത്ര സുഭിക്ഷമാണ് ചിന്തിക്കണം. അള്ളാഹിൻ്റെ ഹബീബ് ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാ, തിന്നാനൊന്നുമില്ലാത്തത് കൊണ്ട് ആ മലഞ്ചെരുവിൽ പാറക്കെട്ടുകൾക്കിടയിൽ മുളച്ചുണ്ടാകുന്ന ചെടികളുണ്ട്. ആ ചെടികളുടെ ഇലകളായിരുന്നു അത്രേ അവർ ഭക്ഷിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ മലം ആട്ടിൻ്റെ മലം പോലെയായിരുന്നുവെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ. എത്ര ദിവസം എന്നറിയോ? 1 2 3 4 ദിവസമല്ല, 1 2 കൊല്ലമല്ല, 3 കൊല്ലം ശക്തമായ ഉപരോധം. അവസാനം ശത്രുക്കൾ ഈ ഉപരോധം പിൻവലിക്കുകയാണ്. ഉപരോധം അവർ നിർത്തിവെക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഉപരോധം അവർ പിൻവലിക്കുകയാണ്. അള്ളാഹിൻ്റെ ഹബീബിന് നേരെയുള്ള ഉപരോധം അവർ പിൻവലിച്ചു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കൂടെയുള്ളവർക്കും മക്കയിലേക്ക് കടക്കാനുള്ള അനുവാദം അവർ കൊടുത്തു. പക്ഷേ 3 കൊല്ലം ഈ ഉപരോധത്തിൽ കിടന്നപ്പോഴേ ഖദീജ ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹ. കാരണം ഖദീജക്ക് പട്ടിണി കിടന്ന് ശീലമില്ലാത്തതാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പട്ടിണി കിടന്ന് അവശയായി പോയിട്ടുണ്ടായിരുന്നു ഖദീജ.
റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തന്നെ 3 കൊല്ലം കഴിഞ്ഞ് മക്കയിലേക്ക് കടന്നപ്പോഴേക്ക് ഖദീജ രോഗിയായി പോയിട്ടുണ്ട്, ഖദീജ അവശയായി പോയിട്ടുണ്ട്. പിന്നെ ഖദീജ കിടപ്പിലായി. കിടന്ന അതേ കിടപ്പില, എഴുന്നേൽക്കാൻ പോലും ഖദീജ ബീവിക്ക് കഴിയുന്നില്ല. വല്ലാത്ത വിഷമം അല്ലാഹുവിൻ്റെ ഹബീബിനാണെങ്കിലോ ഇത് കണ്ട് സഹിക്കാനും കഴിയുന്നില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് വന്നിരിക്കും പുണ്യനബി. എന്നിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കും അല്ലാഹുവിൻ്റെ ഹബീബ്. കാരണം ഇറാ ഗുഹയിൽ നിന്ന് താൻ പേടിച്ചോടി വന്നപ്പോൾ തന്നെ പുതപ്പിട്ട് മൂടിക്കിടത്തി സമാധാനിപ്പിച്ച പെണ്ണ ഖദീജ. ഖദീജ രോഗിയായി അവശയായി കിടക്കുമ്പോൾ തലയുടെ ഭാഗത്ത് പോയി ഇരുന്നിട്ട് ഖദീജ ബീവിയെ ഇങ്ങനെ സമാധാനിപ്പിക്കും. സാരമില്ല ഖദീജ, ഭയപ്പെടേണ്ട ഖദീജ, അങ്ങ് സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലാണ് ഖദീജ. വമാ കമുല മിനൻ നിസാഇ ഇല്ലാ അർബഅ, സ്ത്രീകളുടെ കൂട്ടത്തിൽ പൂർണ്ണത പ്രാപിച്ചവർ 4 പേര് മാത്രമാണ് ഖദീജ. ഒന്ന് മറിയമു ബിന്തു ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയമാണ്. വാസിയ ബിന്തു മുസാഹിം, മുസാഹിമിൻ്റെ മകളായ ഫറോവയുടെ ഭാര്യയായ ആസിയാണ്. പിന്നെ ഖദീജ ഖദീജ ബിന്തു ഖുവൈലിദിൻ, ഖുവൈലിദിൻ്റെ മകളായ അങ്ങാണ് ഖദീജ. അതുകൊണ്ട് ഖദീജ ഭയപ്പെടേണ്ട ഖദീജ, അങ്ങ് സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലാണ് ഖദീജ. ഇത് കേൾക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയും, നബിയേ മരിക്കുന്നതിലല്ല യാ റസൂലല്ലാഹ് എൻ്റെ ഭയം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാം നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് ഈ ലോകത്തിൽ ഞാൻ രക്ഷപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണമെമ്പാ ഖദീജ ബീവിക്ക് മരിക്കാൻ കിടക്കുന്ന രംഗമേതാണ്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഖദീജ ബീവി മരിക്കാൻ കിടക്കുന്ന രംഗം മകളായ സൈനബ് ശത്രുവിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത്. ഭർത്താവ് അമുസ്ലിമ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൊടിയ ശത്രുവാണ്. വീട്ടിലേക്ക് പോലും സൈനബിനെ പറഞ്ഞേക്കാറില്ല. രോഗിയായി കിടക്കുന്ന ഉമ്മയെ കാണാൻ പോലും പറഞ്ഞേക്കാറില്ല. സൈനബിന് ആ അവസ്ഥയാണ്. ചിന്തിക്കണം നിങ്ങൾ, ഖദീജ ബീവിയുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താകും? എന്നാൽ 2ാമത്തെയും 3ാമത്തെയും മകളായ റുഖയ്യ ബീവിയും ഉമ്മു കുൽഥൂമും അവർ 2 പേരെയും ഭർത്താക്കന്മാരാണെങ്കിൽ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞ് പിന്നെ ഒഴിഞ്ഞു മാറുകയും ചെയ്തിരിക്കുകയാണ്. വല്ലാത്ത അവസ്ഥ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ കിടക്കുന്ന സമയത്തുള്ള അവസ്ഥയാണിത്. ഉമ്മ ചോദിക്കരുത്, ഞാനൊന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണല്ലേ, എനിക്കെന്തേ പിന്നെ ഇങ്ങനെ അവസ്ഥ വന്നത് എന്ന്. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിനോട് സ്വഹാബി ചോദിച്ചില്ലേ, നബിയേ അശദ്ദു ബലാഅ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കഠിനമായി പരീക്ഷണം നേരിടുന്നവരാരാ? അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടവർ. പിന്നീട് അവരോടടുത്തവർ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ കിടക്കുന്ന രംഗമെന്ന് ആലോചിച്ചു നോക്ക്. ഒന്നും തിന്നാൻ കിട്ടാതെ അവശയായി പട്ടിണി കിടന്ന് ക്ഷീണിച്ചുപോയി, രോഗിയായി. ഭർത്താവാണെങ്കിലോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്കം കിട്ടിയാൽ കൊല്ലാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾക്കിടയിലാണ് ഭർത്താവുള്ളത്. അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. സൈനബാണെങ്കിലോ കൊടിയ ശത്രുവിൻ്റെ കയ്യിലാ മൂത്തമോൾ, വീട്ടിലേക്ക് പോലും വരാറില്ല. എന്നാൽ റുഖയ്യയും ഉമ്മു കുൽഥൂമും ആണെങ്കിലോ അവരുടെ വിവാഹമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാർ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വല്ലാത്തൊരു മാനസികാവസ്ഥ. ഈ അവസ്ഥയിലാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കുന്നത്. അള്ളാഹിൻ്റെ ഹബീബ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഖദീജ ഭയപ്പെടേണ്ട ഖദീജ. സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അള്ളാഹിൻ്റെ ഹബീബിനോട് ഖദീജ ബീവി പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഈ രോഗത്തിൽ ഞാൻ രക്ഷപ്പെടില്ല എന്നെൻ്റെ മനസ്സെന്നോട് പറയുന്നുണ്ട് നബിയേ, ഈ രോഗത്തിൽ ഞാൻ രക്ഷപ്പെടൂല യാ റസൂലല്ലാഹ്. അള്ളാഹിൻ്റെ ഹബീബിനോട് പറയുന്നുണ്ട്. അള്ളാഹിൻ്റെ ഹബീബ് അത് കേൾക്കുമ്പോൾ കരയുന്നുണ്ട്, കണ്ണുനീർ തുടക്കുന്നുണ്ട്. ഖദീജയും കരയുന്നുണ്ട് റളിയല്ലാഹു അൻഹ. അള്ളാഹിൻ്റെ ഹബീബ് പറയും, ഖദീജ അങ്ങനെയൊന്നും പറയല്ല ഖദീജ. അപ്പോഴും ഖദീജ ബീവി പറയും, നബിയേ ഈ രോഗത്തിൽ ഞാൻ രക്ഷപ്പെടൂല യാ റസൂലല്ലാഹ്.
അള്ളാന്റെ ഹബീബേ, ഈ ലോകത്തിൽ ഞാൻ മരിക്കുന്നതല്ല നബിയേ എൻ്റെ ഭയം. യാ റസൂലല്ലാഹ്, ഞാനങ്ങ് മരിച്ചാൽ അങ്ങ് ഒറ്റപ്പെട്ടു പോകുമല്ല നബിയേ, അതോർത്തിട്ടാണ് എനിക്ക് സഹിക്കാനും കഴിയാത്തത്. യാ റസൂലല്ലാഹ്, തക്കം കിട്ടിയാൽ അങ്ങയെ വകവരുക്കാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾ. നബിയെ, സൈനബായുടെ അവസ്ഥയാണെങ്കിൽ അങ്ങനെ, റുഖയ്യയും ഉമ്മു കുൽസൂമുമാണെങ്കിൽ അങ്ങനെ, പിന്നെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിൻ്റെ ഹബീബേ, നമ്മുടെ ചെറിയ മോൾ, പൊന്നുമോൾ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനുള്ള അവസ്ഥ എത്തിയിട്ടുമില്ല. ഞാൻ ഈ അവസ്ഥയിൽ അങ്ങ് മരിച്ചു പോയാൽ അങ്ങ് ഹബീബേ ഒറ്റപ്പെട്ടു പോകുമല്ല യാ റസൂലല്ലാഹ്. മരിക്കാൻ കിടക്കുന്ന സമയത്തും ഖദീജ ബീവിയുടെ ഭയം മരണത്തിൻ്റെ കാര്യത്തിലല്ല, അള്ളാഹിൻ്റെ ഹബീബ് ഒറ്റപ്പെട്ടു പോകുമെന്ന കാര്യത്തിലാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അത് പറഞ്ഞിട്ടാ കരയുന്നത്. അള്ളാഹിൻ്റെ ഹബീബ് എപ്പോഴും സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതില്ല നബിയേ, ഞാൻ മരിക്കും യാ റസൂലല്ലാഹ്. യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാൽ എൻ്റെ ആഗ്രഹം അങ്ങനെ മയ്യിത്ത് കുളിപ്പിക്കണമെന്നാ നബിയേ. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഖദീജ ബീവി പൊട്ടി കരയുകയാണ്. അള്ളാഹിൻ്റെ ഹബീബും കരഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ, അങ്ങനെയൊന്നും പറയല്ല ഖദീജ. ഖദീജ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാൽ എൻ്റെ ആഗ്രഹം അങ്ങനെ മയ്യിത്ത് കുളിപ്പിക്കണമെന്നാണ് നബിയേ. യാ റസൂലല്ലാഹ്, അങ്ങനെ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ യാ റസൂലല്ലാഹ് അങ്ങനെ കഫം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. യാ റസൂലല്ലാഹ്, എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ള മയ്യിത്ത് വന്നാൽ അങ്ങനെ മയ്യിത്ത് കട്ടിലേക്ക് കയറ്റി വെച്ചു തരണമെന്നാണ് നബിയെ എൻ്റെ ആഗ്രഹം. യാ റസൂലല്ലാഹ്, അങ്ങനെ എൻ്റെ മയ്യിത്തും വഹിച്ചുള്ള മയ്യിത്ത് കട്ടിൽ എൻ്റെ ഖബറിൻ്റെ അടുത്തെത്തിയാൽ യാ റസൂലല്ലാഹ്, എൻ്റെ മയ്യിത്ത് ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് അങ്ങൊന്ന ഖബറിൽ ഇറങ്ങണം യാ റസൂലല്ലാഹ്. എന്നിട്ട് നബിയേ, എന്നെ മയ്യിത്തെടുത്തിട്ട് ആ ഖബറിലേക്ക് അങ്ങൊന്നെടുത്ത് വെച്ച് തരണം യാ റസൂലല്ലാഹ്. ഹബീബായി നബിയേ, ഖിയാമത്ത് നാളിൻ്റെ രണ്ടാമത്തെ ഊത്തുവരെ ഞാൻ കിടക്കേണ്ട മണ്ണാണല്ലോ എൻ്റെ ഖബറിൻ്റെ മണ്ണ്. ഹബീബായി നബിയേ, അങ്ങയുടെ പാദസ്പർശനമേറ്റ മണ്ണിലാണ്, അങ്ങയുടെ കാലിൻ്റെ സ്പർശനമേറ്റ മണ്ണിലാണ് ഖിയാമത്ത് നാളിൻ്റെ രണ്ടാമത്തെ ഊത്തുവരെ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കണ്ണ് തുടക്കുകയാണ്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരയുകയാണ്. ഖദീജ, അങ്ങനെയൊന്നും പറയല്ല ഖദീജ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോട് പറയുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നു, അല്ലാഹുവിൻ്റെ ഹബീബും കരയുന്നു, രണ്ടുപേരും കരയുകയാണ്. ഇതൊക്കെ കണ്ടിച്ച് പൊന്നുമോൾ ഫാത്തിമ ബീവി അടുത്ത് തന്നെ നിൽപ്പുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ. നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റുമായിട്ട് സംഘാടകർ വരുന്നുണ്ട്. നമ്മുടെ പരിപാടിയുടെ സമാപന ദിവസം നമുക്ക് ഈ ബക്കറ്റിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിൻ്റെ ചിലവൊക്കെ അവിടെ ഒത്തുപോകാൻ കിട്ടിയാൽ അൽഹംദുലില്ലാ, അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇനി നാളെ ഇവിടെ നമ്മളെ വേദയില്ലല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണമേ അല്ലാഹ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരയുന്നു, ഖദീജ ബീവിയും കരയുന്നു. അപ്പോഴാണ് ഖദീജ ബീവി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അങ്ങ് ഞാൻ മരിച്ചിട്ട് എന്നെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കഫം ചെയ്യുമല്ലോ നബിയേ. കഫം ചെയ്യേണ്ടത് ഈ തുണിയിലാണ് യാ റസൂലല്ലാഹ്. അള്ളാഹിൻ്റെ ഹബീബ് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കഫം ചെയ്യാനുള്ള കഫം പൊട നേരത്തെ തയ്യാർ ചെയ്ത് വച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ ഹബീബ് അത് കാണുകയാണ്. അല്പസമയം കഴിഞ്ഞു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുകയാണ്.
ലോകത്തോട് വിട പറയുകയാ. അള്ളാൻ്റെ ഹബീബ് ഖദീജ ബീവി മരണപ്പെട്ടു, വഫാത്തായി എന്നറിഞ്ഞപ്പോൾ പുണ്യനബി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങി തേങ്ങി കരയുകയാണ്. അതിതേപോലെ ഒരു റമദാനിലായിരുന്നു. റമദാൻ 10ാമത്തെ ദിവസമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാൻ്റെ ഹബീബ് തേങ്ങി തേങ്ങി കരയുകയാണ് ഒരു കൊച്ചുകുട്ടിയെ പോലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാൻ്റെ ഹബീബ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി പറഞ്ഞ പോലെ ഖദീജ ബീവിയെ കുളിപ്പിച്ചു. അള്ളാഹുവിൻ്റെ ഹബീബ് മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഖദീജ ബീവിയെ കഫം ചെയ്യാൻ വേണ്ടി ഖദീജ ബീവി പറഞ്ഞ പോലെ ഖദീജ ബീവി നേരത്തെ തയ്യാർ ചെയ്തു വച്ച കഫംപുട മേൽക്കൂരയിൽ നിന്ന് എടുക്കുകയാണ്. മേൽക്കൂരയിൽ നിന്ന് ആ കഫംപുട എടുത്തിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞ ഖദീജ ബീവിയെ കഫം ചെയ്യാൻ വേണ്ടി ആ കഫംപുട അങ്ങ് നിവർത്തിയപ്പോൾ അള്ളാൻ്റെ ഹബീബ് വീണ്ടും പൊട്ടി പൊട്ടിക്കരയുന്നത് ആ സ്വഹാബികൾ കാണുന്നത്. എന്താ കാരണമെന്നറിയാം? അള്ളാൻ്റെ ഹബീബ് കാണുന്നത് മക്കയിലെ ധനാഢ്യയായ, മക്കയിലെ സമ്പന്നനായ ഖുവൈലിദിന്റെ മകളാ, കച്ചവടക്കാരനായ ഖുവൈലിദിന്റെ മകളാ, സമ്പന്നയായ മകളാ ഖദീജയ, കച്ചവടക്കാരിയായ മകളാണ് ഖദീജയ. കോടീശ്വരയായ ഖദീജ ബീവിയുടെ കഫംപട കണ്ടിട്ട് പുണ്യനബി വിതുമ്പി കരഞ്ഞത്. ഖദീജ ബീവിയുടെ കഫംപട 40 തുണിക്കട്ടങ്ങൾ വെച്ച് തുന്നി പിടിപ്പിച്ച കഫംപുടയായിരുന്നു. അള്ളാൻ്റെ ഹബീബ് അത് കണ്ടിട്ട് ഇങ്ങനെ വിതുമ്പി കരയുകയാണ്. എന്തേ കാരണമെന്നറിയോ? ഖദീജ ബീവി മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിന് എടുത്തു കൊടുത്തിട്ട് മക്കയിലെ കോടീശ്വരയായ ഖദീജ ബീവി മക്കയിലെ ഏറ്റവും വലിയ ഫഖീറത്തായിട്ടാണ് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്തേ അങ്ങനെ ചെയ്തത് എന്നറിയോ നിങ്ങൾക്ക്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ താല്പര്യം എന്താണെന്നറിയോ? അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കൂടെ ഒപ്പം സ്വർഗത്തിൽ കിടക്കണമെന്നാണ്. ഖദീജ ബീവിൻ്റെ താല്പര്യം അങ്ങനെയാ. റസൂലുള്ള സ്വർഗം തുറന്നിട്ട് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ പുണ്യനബിയുടെ കൂടെ കിടക്കണം. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹു തആല സ്വർഗത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ തരും. ഞാൻ സ്വർഗത്തിൻ്റെ ചാവിയെടുത്ത് സ്വർഗത്തിൻ്റെ ഡോർ, ഞാൻ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് സ്വർഗത്തിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് ധനികരല്ല, ഫുഖറാഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലെ ഫഖീറുമാരാണ് എൻ്റെ കൂടെ ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഖദീജ ചെയ്ത പണി എന്താണെന്നറിയോ? തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലും ഒപ്പം കിടക്കണം എന്ന് കരുതിയിട്ട് സമ്പത്ത് മുഴുവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത് ഫഖീറത്തായി മുഴുവനും റസൂലുള്ളാഹിക്ക് എടുത്തു കൊടുത്തിട്ട്, ദീനിന് കൊടുത്തിട്ട് ഫഖീറത്തായിട്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ പെണ്ണ ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജയുടെ സ്മരണകൾ അയവിറക്കപ്പെടുന്ന മാസമാണ് റമദാൻ. ഇന്ന് നമ്മൾ 15ാമത്തെ നോമ്പല്ലേ നോറ്റത്? കൊല്ലത്തിലെല്ലാ തവണയും ഒരു തവണയെങ്കിലും ഖദീജ ബീവിയുടെ ചരിത്രം പറയണം. എന്തിന് പറഞ്ഞു കൊടുക്കണം? നിങ്ങൾ മക്കളെ അതിലേക്കാണ് ആകർഷിക്കേണ്ടത്. എന്ന് എത്ര വിവാഹമോചനങ്ങളാണ്! കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ മോചനം, 1 കൊല്ലം കഴിഞ്ഞ മോചനം. എന്തേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വിദ്യാഭ്യാസപരമായി ഉമ്മത്ത് ഉയർന്നപ്പോഴല്ലേ വിവാഹമോചനങ്ങൾ ധാരാളം നടക്കാൻ തുടങ്ങിയത്? പഴയൊരു കാലുണ്ടായിരുന്നു. അന്ന് പെൺകുട്ടികളുടെ പേരിൻ്റെ കൂടെ BA ഉണ്ടായിരുന്നില്ല, PG ഉണ്ടായിരുന്നില്ല, ടെക്നിക്കൽ കോഴ്സുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് വിവാഹമോചനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉമ്മമാരെ, പെങ്ങന്മാരെ, ചിന്തിക്കണം. നമ്മൾ നമ്മുടെ സംസ്കാരം പുണ്യനബിയുടെ സംസ്കാരത്തിൽ നിന്ന് യൂറോപ്യൻ സംസ്കാരങ്ങളിലേക്ക് മാറ്റിപ്പറിച്ചു നട്ടതാ നമ്മുടെ ഉമ്മത്തിന് വന്നുപോയ അപകടം എന്ന് തിരിച്ചറിയണം. ഖദീജ ബീവിയെ പറഞ്ഞു കൊടുക്കണം, പൊന്നു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഖദീജ ബീവിയെ റളിയല്ലാഹു അൻഹ എല്ലാ കൊല്ലവും റമദാൻ 10 കടന്നു വരുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഓർമ്മയാകണം. അർഹമുർ റഹീമീനായ അല്ലാഹ്, ആ മഹദിയുടെ ഹഖ് കൊണ്ട് റബ്ബേ ഞങ്ങളെ നീ വിജയികളിൽ ഉൾപ്പെടുത്തണമല്ലാ. പഠിച്ചോനെ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണമല്ലാ. അവർക്ക് നീ നല്ല കുടുംബജീവിതം നൽകണമല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ മക്കൾക്ക് നീ സന്തുഷ്ടമായ കുടുംബജീവിതം പ്രദാനം ചെയ്യണം റബ്ബേ.